വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവർക്കും വിശേഷം? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. പുഞ്ചിരി എന്ന് പറയുന്നതിനൊരു വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമൻ്റ് ഒരാൾ പറഞ്ഞാണ്, ഈ പറയുന്ന ആളെ നമ്മൾ കാണുമ്പോൾ അവരൊന്നും ചിരിക്കാറില്ല, അല്ലെ അവർ വലിയ ഗമയ്ക്കാണ് നടക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം സാധാരണക്കാർ തന്നെയാണ്. എൻ്റെ വീട് ഇടുക്കിയാണ്. എൻ്റെ നാട്ടിൽ നിന്നാണെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഒരുപാട് അച്ഛനും അമ്മമാരും ഒക്കെ ഈ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ ആരെൻ്റെ നാട്ടിൽ നിന്നായിക്കോട്ടെ, എനിക്കറിയാവുന്ന ആര് വന്നാലും കണ്ടാൽ നമ്മൾ ചോദിക്കുക എവിടെ നിന്നാ, എന്ന സ്ഥലത്താണോ വീട്, ഇന്ന ആളെ അറിയാവോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കാറുണ്ട്. മനഃപൂർവ്വമായിട്ട് ഒരാളോട് നമ്മൾ മിണ്ടാതെ അവരെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ നടക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. ഇനി അഥവാ നമ്മളുടെ ജോലിയുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് കൊണ്ടോ, മനുഷ്യനല്ലേ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലൊക്കെ കാണുമല്ലോ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കാതെ പോവുമോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ആരെക്കെങ്കിലും വിഷമകരമായിട്ട് എൻ്റെ പ്രവൃത്തിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മനഃപൂർവ്വം അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഇനി അഥവാ ഞാൻ ഒരാളെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലോ, എന്നെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്നെ ഒന്ന് മഞ്ജു ചേച്ചി അല്ലേ എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേരം മിണ്ടിയില്ലല്ലോ, അന്നേരം നിങ്ങളെ ഗൗനിക്കാതെയോ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങളപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. അല്ലാണ്ട് നമ്മൾ നൂറ് കാര്യങ്ങളുമായിട്ട് നടക്കുന്നതല്ലേ. നമ്മളും നമ്മുടെ വീട്ടിലേതായ കാര്യങ്ങളോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും കേട്ടോ, ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കും. മനഃപൂർവ്വമായിട്ട് ആരെയും അങ്ങനെ കണ്ടില്ല എന്ന് വെച്ച് അവോയ്ഡ് ചെയ്യുന്നതല്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഒരു ചേച്ചി വന്ന് കണ്ടിട്ട് പറഞ്ഞായിരുന്നു, വീഡിയോ ചെയ്യുന്നത് കൊണ്ട് വളരെ സന്തോഷം, എല്ലാ ദിവസവും വീഡിയോ കാണുന്നുണ്ട്, അങ്ങനെ നമ്മുടെ അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്, അതനുസരിച്ചാണ് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണാനൊക്കെ വരുന്നുണ്ട്, നല്ല കാര്യമൊന്ന് പറഞ്ഞത് കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ആ ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ് കേട്ടാ. പിന്നെന്താണ്, എപ്പോഴും പിന്നെന്താണെന്ന് വെച്ചാൽ ഓർത്തോർത്ത് പറയുന്നുണ്ടാട്ടാ. പിന്നെ നാളെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓർത്തോയുടെ ഡോക്ടറുണ്ട്, ഫിസിഷ്യൻ്റെ ഡോക്ടറുണ്ട്, സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട്, പീഡിയാട്രിഷ്യനുണ്ട്, ഗൈനക്കോളജി ഡോക്ടറുണ്ട്, പിന്നെ പല്ലിൻ്റെ ഡെൻ്റൽ ഡോക്ടറുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്. പിന്നെ UHID വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് നമുക്ക് വേണേൽ ബുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് തിരക്കിലാണ് ഇപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടുന്ന് താമസമൊക്കെ ഒന്ന് മാറുവാണ്. അപ്പോൾ കുറേ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞാൻ വരാം. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തോണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് സങ്കടം ഞാൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ ക്ഷമ ചോദിക്കുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.